നമസ്കാരം. വൈകുന്നേരമായപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനൊപ്പം മീന ഫിഷ് മാർക്കറ്റിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഒരുപാട് കൗണ്ടറുകളായിട്ട് പലതരത്തിലുള്ള മീനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇതിൻ്റെ വൃത്തിയാണ്. നല്ല നീറ്റായിട്ടാണ് ഈ ഫിഷ് മാർക്കറ്റ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ സെക്ഷനുകളുടെയും ഒന്ന് ചുറ്റി നടന്നതിന് ശേഷം നമ്മൾ സ്ഥിരം പോകുന്ന ചേട്ടന്മാരുടെ അടുത്ത് തന്നെ എത്തി. അങ്ങനെ അവര് പാത്തുവിന് നീരാളിയെ കാണിച്ചു കൊടുത്തു. അത് പിടിക്കാൻ പറഞ്ഞു. പക്ഷെ പാത്തുവിന് പേടിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ പിടിച്ചില്ല. അതിനുശേഷം നമ്മൾ ഓരോ മീനുകളെ കുറിച്ച് ചോദിച്ച് അതിൻ്റെ വിലയെല്ലാം അന്വേഷിച്ചതിന് ശേഷം ആവശ്യമുള്ള മീനെല്ലാം നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടൻ ഒരു ലോബ്സ്റ്ററിനെ എടുത്ത് കാണിക്കുന്നത്. ഞാനും പാത്തും ഇതിനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. പാത്തുവിന് പേടിയുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് തൊട്ട് നോക്കി. ഇവിടെയുള്ള ചേട്ടന്മാർ നമുക്ക് ഏത് മീനിനെ കുറിച്ചും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഏതൊക്കെ റെസിപ്പീസാണ്, എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കാൻ പറ്റുന്നത്, ഗ്രില്ല് ചെയ്യുന്ന മീൻ ഏതാണ്, കറിക്ക് നല്ല മീൻ ഏതാണ്, അല്ലെങ്കിൽ വറക്കാൻ ഏതാണ് നല്ലത്, ഇതെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ പറഞ്ഞു തരും. മീനൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ക്ലീനിങ്ങും കട്ടിങ് സെക്ഷനിലേക്കാണ്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച മീനും കൊണ്ട് ക്ലീനിങ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മീൻ ക്ലീൻ ആക്കുന്നത് ലൈവായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വേറെ ഒരു ഓപ്ഷനും കൂടെയുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന മീൻ നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമുക്കതവിടെ കൊടുത്താൽ മതി, നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടും. നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്താണ് വാങ്ങിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ക്യൂബ് ഷേപ്പിലാണോ അല്ലെങ്കിൽ സ്ലൈസ് ആക്കിയാണോ വേണ്ടത്, എങ്ങനെയാണെങ്കിലും നമുക്കത് ചെയ്ത് കിട്ടും. ഇപ്പോൾ പാത്തു ഈ സമയം കൊണ്ട് ഇവിടെ എല്ലാം ഓടി കളിക്കുകയായിരുന്നു. അവൾക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ നല്ല ഹാപ്പി ആയിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പാത്തു വഴക്കൊന്നും ഉണ്ടാക്കാറില്ല. അവൾക്ക് ജസ്റ്റ് ഒന്ന് ഓടി കളിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ അവളെ ഫ്രീ ആക്കി തന്നെ വിടും. പിടിച്ചു കെട്ടാൻ പോയെങ്കിലാണ് അവൾക്ക് ദേഷ്യം. മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ പുറത്ത് പോകാറുണ്ട്. പാത്തുവിനെ ഈ റൂമിൽ തന്നെ ഇരുത്തുന്നതിന് പകരം ഒന്ന് അവളെ ഹാപ്പിയാക്കി ഫ്രീ ആക്കി ഒന്ന് വിടാനാണ് നമ്മളിങ്ങനെ പുറത്ത് പോകുന്നത്. ഈ വെയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാമായിരിക്കും, നമ്മൾ ഈ റൂമിനകത്ത് തന്നെ അടച്ചിട്ട പോലെ ഇപ്പോഴും ഇരിക്കുമല്ലേ. നാട്ടിലുള്ള പോലെ പുറത്തേക്കൊന്നും ഇറങ്ങാനോ അല്ലെങ്കിൽ കളിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പാത്തുവിനെന്ന് പറഞ്ഞാൽ കളിച്ച് വളരേണ്ട ഒരു പ്രായമാണല്ലോ. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് കുറച്ച് സമയമെങ്കിലും അവളെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി അവളെ ഒന്ന് എൻജോയ് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ച മീൻ ഒരു ചേട്ടൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച മീൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, അതപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിപ്പോവും. ഏകദേശം 2.5 കിലോ വരുന്ന ഒരു കിങ് ഫിഷാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവരുടെ നൈഫൊക്കെ നല്ല ഷാർപ്പാണ് കേട്ടോ. അപ്പം എത്ര എളുപ്പത്തിലാണ് അവരിതൊക്കെ ചെയ്യുന്നത്, അതും വളരെ നീറ്റായിട്ടാണ് ചെയ്യുന്നത്. ഒരു ക്ലീൻ ആക്കുമ്പോഴാണെങ്കിലും കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളോട് അഭിപ്രായമൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുവാണെങ്കിൽ നമ്മളോട് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ മതിയോ എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കിങ് ഫിഷിൻ്റെ പകുതി ഭാഗം ക്യൂബായിട്ടും പകുതി ഭാഗം സ്ലൈസായിട്ടും കട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അവരതിനനുസരിച്ച് തന്നെ കട്ട് ചെയ്ത് തരും. നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് പോകും, എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കലാണ് പതിവ്. അപ്പോൾ എപ്പോഴും ഇവിടെ വരാൻ പറ്റത്തില്ല, ഒരു അരമണിക്കൂറെങ്കിലും ദൂരം നമുക്ക് റൂമിൽ നിന്ന് ഇങ്ങോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എപ്പോഴേലും വന്ന് വാങ്ങിച്ചു വെക്കും. നമ്മൾ ഈ കാണുന്ന കിങ് ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതോടൊപ്പം കുറച്ച് പ്രോൺസ്, പിന്നെ ക്രാബ്, പിന്നെ കുറച്ച് അയല, മീനുകളാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം റൂമിൽ പോയ ഉടനെ തന്നെ പറ്റുന്നതെല്ലാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കറി വെക്കുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുകയോ ചെയ്യും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം, അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നത് വിനാഗിരിയൊക്കെ ഒഴിച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കും. അതിനുശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് അത് ഓരോ ബോക്സുകളിലാക്കി സീൽ ചെയ്ത് ഫ്രീസറിനകത്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ ബോക്സുകളെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ എന്ത് സൂക്ഷിക്കുമ്പോഴും മീനോ അല്ലെങ്കിൽ ഇറച്ചി എന്ത് സൂക്ഷിക്കുമ്പോഴും അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോഴും ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച പ്രോൺസാണിപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എത്ര എളുപ്പത്തിലാണെന്ന് നോക്കിയത് ക്ലീൻ ചെയ്തത്. ഞാനിത് ക്ലീൻ ചെയ്യാൻ പോയെങ്കിൽ ഒരു ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തു കിട്ടി. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ബഗിയിൽ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്.
പാത്തുവിൻ്റെ മുഖത്തെ സങ്കടം കണ്ടോ? തിരിച്ചു പോരുന്നതിൻ്റെ സങ്കടമാണത്. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും സന്ധ്യ ആവാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ പുറത്തെ വ്യൂ. അപ്പോൾ ഇത് പുറത്തുനിന്ന് കണ്ട ഒരു ഫിഷ് മാർക്കറ്റാണെന്ന് പറയുകയില്ല. റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റപ്പാണ്. അങ്ങനെ നമ്മൾ ബഗ്ഗിയിൽ ഇങ്ങനെ നമ്മുടെ പാർക്കിങ്ങിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും മാർക്കറ്റ് ഉണ്ട്. അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിനോട് വിട പറഞ്ഞ് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലെത്തിയ ശേഷം കിങ് ഫിഷ് ഒഴിച്ച് ബാക്കി എല്ലാ മീനുകളും നമ്മൾ ക്ലീനാക്കി ഫ്രീസറിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു കിങ് ഫിഷിൻ്റെ പകുതി നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം അല്പാൽപമായിട്ട് ചേർത്ത് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ എത്തുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത ഓരോ മീനും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കെല്ലാം മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇങ്ങനെ മസാലയെല്ലാം പുരട്ടിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെക്കണം. അതിനുശേഷം എടുത്ത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും ഓയിൽ ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തിരിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കാൻ വിട്ടുപോകരുത്. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഫിഷ് ഫ്രൈക്ക്. അപ്പം ഞാനിത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മീനുകളും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് മീൻ ഞാൻ ക്യൂബായിട്ട് വാങ്ങിച്ചായിരുന്നല്ലോ, അപ്പോൾ അതെടുത്ത് കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ മീൻ മുളകിട്ട് കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിന്നിവിടെ ഉരുളിയാണ് ഉപയോഗിക്കുന്നത്. ഉരുളിയിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും അതേപോലെ ഉലുവയും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. 2 ചുള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 20 വെളുത്തുള്ളിയാണ് വരുന്നത്. ഇനി 2 വലിയ പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നിറം മാറി കിട്ടണം, അതുവരെ നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 5 മുതൽ 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും അതുപോലെ സാധാരണ മുളക് പൊടിയും മിക്സ് ചെയ്തിട്ട് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നല്ല ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മീനെല്ലാം മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കുടംപുളിയും ഇട്ടതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. നന്നായി തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മീനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പം നന്നായിട്ട് മീനെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക.